ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ആട് 3 ഷാജിപ്പാപ്പൻ്റെയും പിള്ളേരുടെയും ആട് 3 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ണൂർ സിനിപോളിസ് സെക്യൂര മാളിൽ വെച്ചിട്ട് കണ്ടിരിക്കുകയാണ്. ഒരു 30% ഒക്യുപ്പൻസി ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ സിനിമയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ആട് 1-നെയും 2-നെയും ഉള്ള പോലെ തന്നെ ടി വിയിൽ വന്ന സമയത്ത് കണ്ട് 1-2 പ്രാവശ്യമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഒരു ഫീലിങ്ങിലാണ് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ പോയത്. ഈ സിനിമ കണ്ടിട്ട് എനിക്കുണ്ടായിരുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു താല്പര്യവും ഇല്ലാതെ 80% സമയവും ഒരു താല്പര്യവും ഇല്ലാതെ കണ്ടു തീർത്ത ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോളിവുഡ് മൂവീസോ വലിയ പുറത്തുള്ള സിനിമകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക കോമഡി ജോൺറയിലുള്ള മൂവീസൊക്കെ ഒരു മണിക്കൂർ 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 40, മാക്സിമം 2 മണിക്കൂർ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ട്രാവൽ എലമെൻസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്. പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ എല്ലാം സംഭവങ്ങൾ നമ്മുടെ ആസ്വാദനത്തിന് ഒരു തരത്തിൽ ചിലപ്പം ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. എന്തോ ഒരു ചില സ്ഥലത്തൊന്നും സിങ്ക് ആവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ബാക്ക് ടു ദ ഫ്യൂച്ചർ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടൈം ട്രാവലിംഗ് മൂവി. ആ സിനിമ പോലും എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ മറ്റേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമാണ് 2 മണിക്കൂർ 45 മിനിറ്റ് നേരം വെച്ച് നീട്ടിയിരിക്കുന്നത്. അതായത് ഞാൻ തിയേറ്ററിൽ നിന്ന് 9:30 തിയേറ്ററിൽ പോയ ഞാൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്നത് 12:45 മറ്റേ ആയിട്ടുണ്ട്. ഏകദേശം അത്രത്തോളം സമയം ചെലവിട്ടിട്ടാണ് ഈ സിനിമ കണ്ടു തീർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമഡിയും സംഭവങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയണ്ടത്, ഒന്നും ഏൽക്കുന്നില്ല. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം പറയണം, നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം. അതുപോലെ തന്നെ സസ്പെൻസും സ്പോയിലേഴ്സ് എല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് ടെയിൽ എൻഡിൽ മനസ്സിലായിക്കോളും. അതൊരു ആപ്പ് വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു സാധനം കണ്ടതിന് ശേഷം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം പറയുന്നില്ല. ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആ സംഭവം എന്തായിരുന്നുള്ള സാധനം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇതൊക്കെയാണ് ഈ ആട് 3-ന്റെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ കോമഡിയും സംഭവങ്ങളെന്നെല്ലാം പറയുന്നത് ധർമ്മജന്റെ ക്യാപ്റ്റൻ ക്ലീറ്റസ് എന്ന് പറയുന്നത്, പിന്നെ ജയസൂര്യ, വിനായകൻ, ഒപ്പിക്ക, ചില സ്ഥലത്തെല്ലാം എന്ന് പറഞ്ഞാൽ കോമാളിത്തരത്തിന്റെ അങ്ങേ അറ്റം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ കോമഡി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20% സമയത്ത് വർക്കൗട്ട് ആയിട്ടുള്ള തോന്നിയിട്ടുണ്ട്. 80% സമയവും ഫെയിലിയറാണ്. വേറൊന്നും തന്നെ പറയാനില്ല. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് നീട്ടിയിരിക്കുക. ഇങ്ങനെ കാണ്ടമായിട്ട് എന്തോ ചരിത്ര സിനിമയാറ്റം പോലെ ഇങ്ങനെ വെച്ച് നീട്ടിയിരിക്കുക. ഇത് എത്ര നേരമാണ് ഈ കോമഡി സംഭവം എന്ന് പറയുന്ന സാധനം ഒരു ടൈം ട്രാവൽ എലമെന്റ് ഈ കിഡ്സിനുള്ള പോലെയുള്ള ഈ എലമെന്റ് എല്ലാം പിടിച്ചിട്ട്, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോവലിന്റെ സംഭവം ഒന്നുമല്ലല്ലോ ചെയ്യാൻ നിൽക്കുന്നത്. ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നേരം എന്ന് പറഞ്ഞിട്ട് ഈ 3 മണിക്കൂറിൽ ഇരുന്നിട്ട് ഇതേ സംഭവം തന്നെ ഇരുന്ന് കാണണം. അങ്ങനെ കണ്ട് ഇങ്ങനെ തീരാൻ വേണ്ടി നോക്കിയിരിക്കരുത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ഓരോ 2 മിനിറ്റ് നോക്കുന്നോളും മൊബൈൽ ഓണാക്കിയിട്ട് ടൈം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണിലടിക്കുമല്ലോ. അതുപോലെ തന്നെ കുറേ ആൾക്കാർ മൊബൈൽ നോക്കിക്കൊണ്ടാണ് സിനിമ കാണുന്നുണ്ടായിരുന്നത്. എന്തെല്ലായാലും ഇനി പാർട്ട് 2 വരുന്നുണ്ട്. ആ ഒരു സംഭവം എന്തായാലും ഇവർ ലാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിന് പോയിരുന്നിട്ട് കാണാൻ പോകുന്നില്ല. ഇത് തന്നെ കണ്ടതോടുകൂടി ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം പൂർത്തിയായിട്ടുണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സ് എല്ലാം ഉള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഷോർട്ട് സ്പാനിൽ ചെയ്ത് ട്രിം ചെയ്ത് ഇങ്ങനെ ജാക്റ്റായി ഇങ്ങനെ എടുത്തു വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കാണാനും കൂടുതലെല്ലാം അറിയാനും നമുക്കൊരു ക്യൂരിയോസിറ്റി വീണ്ടും ഉണ്ടാവും. പെട്ടെന്ന് കാര്യങ്ങൾ തീരുമ്പോൾ അധികം ഇവർ ഓവർ എക്സ്പോസ്ഡ്. ഇതിൽ അങ്ങ് ഓവർ എക്സ്പോസ്ഡ് ആയി ചളാക്കി 3 മണിക്കൂർ 2.25 മണിക്കൂർ നേരം നിൽക്കുക ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരേ സംഭവങ്ങൾ വളിപ്പ്. അതുപോലെ തന്നെ പറയുന്ന കാര്യം മാറിപ്പോകുന്നതിൻ്റെ സ്പെല്ലിങ് മാറിപ്പോയതിൻ്റെ കോമഡിയെല്ലാം ഉണ്ട്. അതിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അതേ സാധനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 3-4 പ്രാവശ്യം അതേ സാധനം തന്നെ കാണിച്ചിട്ടുണ്ട്. 4 അല്ലാന്നാ തോന്നുന്നത്. എടുത്തു പറയത്തക്ക ഒരുവിധ സംഭവമില്ല. ഇതിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂഡിൻ്റെ ഒരു ഇൻട്രോ ഒരു സംഭവമുണ്ട്. ഡ്യൂഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വെച്ചിട്ടില്ല. അത് മാത്രം ആൾക്കാരെല്ലാം ഒന്ന് കൈയടിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു സംഭവം തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ആയിട്ട് എടുക്കും. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഒരു 10 വയസ്സ് അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 12-13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻസ് ആയിട്ട് ഇടൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ.